ബീഹാറിൽ എത്ര കോൺഗ്രസ് ഉണ്ടായിരുന്നു? 6 MLA ഉണ്ടായിരുന്ന 6 MLA ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP ക്യാമ്പിലേക്ക് പോകാൻ പോകുന്നു, NDA ക്യാമ്പിലേക്ക് പോകാൻ പോകുന്നു. AICC ഇടപെട്ടിട്ടും MLA ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. നോബൽ മാരിക്കാരനും പിയാസിനും കൂടി ചേരുന്നുണ്ട്. നോബൽ മാരിക്കാരൻ നിതീഷ് കുമാറുമായിട്ട് അടുത്തിരിക്കുകയാണ്. ആകെ BJPയിൽ ഉണ്ടായിരുന്ന 6 കോൺഗ്രസ് MLA 6 MLA BJP ക്യാമ്പിൽ പോകുന്നത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് തിരിച്ചടിയായിട്ട് മാറും. കേരളത്തിലടക്കം വലിയ തിരിച്ചടിയായിട്ട് മാറും. ഒരു പാർലമെന്ററി കമ്മിറ്റി മൊത്തം അങ്ങ് പോവുകയാണ്. നിയമസഭയിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി കമ്മിറ്റി ഒന്നാകെ BJPയിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതേവരെ കേട്ടിട്ടില്ല. നമ്മൾ അസാമിലൊക്കെ പ്രേമഖണ്ഡു എങ്ങനെയാണ് പോയത് എന്ന് നമ്മൾ കണ്ടു, എങ്ങനെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ പോയതെന്ന് കണ്ടു. ഇപ്പോൾ BJPയിലേക്ക് 6 MLA പോകുന്നു. ആകെ 6 MLA കോൺഗ്രസിനുള്ളൂ. ഇനിയിപ്പോ ബീഹാർ നിയമസഭാ അസംബ്ലിയിൽ കോൺഗ്രസ് MLA ഇല്ല അല്ലേ? അങ്ങനെ മാറിയാൽ അരുൺ, വലിയ തിരിച്ചടിയാണ് എന്തായാലും കോൺഗ്രസിന് ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 61 സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് വെറും 6 MLA മാത്രമാണ് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ 6 MLA NDA ക്യാമ്പിലേക്ക്, അതായത് നിതീഷ് കുമാറിനൊപ്പം പോകുന്നു എന്നാണ് വിവരം പുറത്തേക്ക് വരുന്നത്. 6 പേരും നിതീഷ് കുമാറുമായി ഇതിനോട് ചർച്ച നടത്തി അല്പം JDUവിലേക്കാണ് അവർ ലയിക്കാൻ പോകുന്നത് എന്ന വിവരം പുറത്തേക്ക് വരുന്നു. 6 കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട MLA പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്ന ആളുകളുമാണ്. ഈ 6 പേർ പോകുമ്പോൾ സ്വാഭാവികമായി സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസ് MLA പോകുന്നു എന്ന പ്രത്യേകതയുണ്ട്.